Unboxing time. So hi guys, brain science പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇത്ര ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റിൻ്റെ റിവ്യൂ ആണ്. റിവ്യൂ അല്ല, ഒരു അൺബോക്സിംഗ് ആണ്. റിവ്യൂ ചെയ്യാനായിട്ടില്ല. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു വീഡിയോയിൽ അൺബോക്സിംഗ്, ഒരു വീഡിയോയിൽ അതിൻ്റെ റിവ്യൂ ഞാൻ പറയാറുള്ളൂ. കാര്യം നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. സോ ഇത് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. സോ ഒസാക്കയുടെ OS 300 Mark III ലൈറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആമസോണിൽ അത്യാവശ്യം നല്ല വിലയുണ്ട്. എനിക്ക് തോന്നുന്നത് 3250 സംതിങ് എന്ന് തോന്നുന്നു നമ്മൾ മേടിച്ചപ്പോൾ റേറ്റ്. ഇപ്പം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഇത് 3-4 വേരിയൻ്റ് ഉണ്ട്. 528 എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്, ഇത്തിരി കൂടെ കൂടിയത്. അതായത് ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED നമ്പറാണ്. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ ഒരു 300 LED ഉണ്ടാവും. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇതാദ്യം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് എന്തൊക്കെയാണ് കണ്ടന്റ് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നൈസായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടെ പോയിട്ട് കുറേ വീഡിയോസ് ഒന്ന് കണ്ടിട്ടൊക്കെ വരിക. 5 ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുന്നില്ല, ഇത് ആദ്യം ഒന്ന് തുടക്കാം അല്ലേ. അപ്പോൾ അൺബോക്സിങ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. ഇതൊരു വലിയൊരു പാക്കേജ് ആയതുകൊണ്ടും നമുക്കിപ്പോൾ കുറച്ച് സ്പേസിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും നമ്മൾ മാക്സിമം ഈ ബോക്സിൽ നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് ഒളിച്ചുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് താഴത്തുനിന്ന് തന്നെ തുടങ്ങാം. ഓ നൈസ്, കത്തിക്ക് മൂർച്ച കൂടി നോക്കാം. ഓ നൈസ് നൈസ് നൈസ്. ഐ ആ സ്മൂത്ത് അൺബോക്സിങ് ഫീലിംഗ് ആയിട്ട് പോയി കിട്ടി. അപ്പോൾ നൈസ്. ഓക്കെ. നമുക്ക് കറക്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുറന്നത്. സോ ബോക്സൊക്കെ ഒരുമാതിരി കോലമാണ് നോക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബില്ലുണ്ട്. അതുപോലെ തന്നെ സോണിയ അതെ അല്ലെ, സോണിയ ഫോട്ടോസ് എന്ന് പറഞ്ഞിടത്തുനിന്നാണ് ഈ സാധനം വന്നിരിക്കുന്നത് തോന്നുന്നു. സോ അതവിടെ ഇരിക്കട്ടെ. പിന്നീടുള്ള നമ്മുടെ ബില്ലാണ്, അതിൻ്റെ സാധനമാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിനുശേഷം നമുക്കുള്ളത് നമുക്കൊരു ബാറ്ററി ഉണ്ട്. ശേഷം ഹെവി ആയിട്ടുള്ള സാധനമാണ്. ഇത് അതിൻ്റെ ബാറ്ററിയാണ്. നമുക്ക് ബാറ്ററി സൈഡിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്കുള്ളത് അതിൻ്റെ ചാർജറുണ്ട്. അൾട്രാ ഫാസ്റ്റ് ചാർജർ എന്നൊക്കെയാണ് പറയുന്നത്. സോ അതിനെ മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ കഥാപാത്രത്തിനാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ബോക്സിൻ്റെ അകത്ത് വേറൊന്നുമില്ല. സോ ഇതാണ് നമ്മുടെ ലൈറ്റ്. ബാറ്ററി എന്ന് തുടങ്ങാം ഇനി. ഓക്കെ. സോ ഇതിനാണ് ബാറ്ററി വരുന്നത്. സോ ഇത് 8000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ബാറ്ററിക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചാർജറും വരുന്നുണ്ട്. ചാർജർ നമ്മുടെ ഇവിടുത്തെ പ്ലഗ് തന്നെയാണ് ചാർജറിൽ വരുന്നത്. സോ അത്യാവശ്യം നീളമുള്ള വയർ തന്നെയായിരിക്കണം അത്. അതെ, അത്യാവശ്യം നീളമുണ്ട്. ഓക്കെ, നമുക്ക് ഈ പെട്ടികളൊക്കെ ആദ്യം മാറ്റിയേക്കാം. സ്ഥലം ഉണ്ടാക്കട്ടെ. സോ അതിന് ശേഷം ഈ ബാറ്ററി ചാർജർ നമുക്കെടുക്കാം. ഓക്കെ. സോ നമുക്ക് ബാറ്ററി ഇതിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ചാർജിങ് ലൈറ്റ് കത്തും. തിരിച്ചെടുക്കണമെങ്കിൽ അതേപോലെ തന്നെ വലിച്ചു കൂടി എടുക്കേണ്ടി വരും. ഓക്കെ. സോ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബാറ്ററി തന്നെ ചാർജ് ചെയ്യണം. അതുപോലെ തന്നെ ഈ കേബിൾ ഇതിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് തിരിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും കണക്ട് ചെയ്യാം. AC അല്ലേ, കുഴപ്പമില്ല. നൈസായിട്ട് ഫിറ്റ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ളതാണ്. നമുക്ക് പിന്നീട് വീണ്ടും നമുക്ക് ലൈറ്റിലേക്ക് വരാം. ഓക്കെ. സോ ഇതിലിങ്ങനെ നമുക്കറിയാം ബാൻഡോൾസ് ഉണ്ട് ഇതിനകത്ത്, ഈ പറയുന്ന ഡോറുകൾ. അത് വെച്ചിട്ട് നമുക്ക് ലൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ബാൻഡോൾസ് ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. സോ ബാക്ക് നമ്മൾ പുറകിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് DC ഇൻപുട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ചാർജർ വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. ഡയറക്റ്റ് നമ്മുടെ പവർ പ്ലഗിൽ നമുക്ക് കണക്ട് ചെയ്യാം. അതിനുള്ള കേബിൾ നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. ഇപ്പം മേടിച്ച പാക്കേജിൻ്റെ ഒപ്പം ഉള്ളത് നമുക്ക് ബാറ്ററിയാണ്. നമുക്ക് പോർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബാറ്ററിയാണ് നല്ലത്. സോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നീടുള്ളത് ഇവിടെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഇതുള്ളത്. അപ്പോൾ 5600 കെൽവിനും ഉണ്ട്, 3200 കെൽവിനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമുക്ക് കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ നമുക്കിവിടെ ബാറ്ററി ക്വിക്ക് റിലീസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്തിട്ടും വേണം നമുക്ക് ബാറ്ററി പുറകോട്ട് അടിക്കാം. സോ നമുക്ക് എന്തായാലും ബാറ്ററി എന്തായാലും സ്ലൈഡ് ചെയ്തിട്ട് നോക്കാം. ഇത്തിരി ടൈറ്റാണ്, അത് ഇരുന്ന് അവിടെ തന്നെ ഇരുന്നോളൂ. സോ നമുക്ക് എന്തായാലും ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ടോ?
ഈ പച്ച ലൈറ്റ് കാണുന്നത് ബാറ്ററി പെർസെൻറ്റേജ്. അപ്പോൾ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് 3200 ഒന്ന് ഇട്ട് നോക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കൂട്ടി ഓക്കെ. ഇപ്പോൾ ഇത് ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് കിടക്കുന്നത്. ഇതൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ഇതൊരു ഓറഞ്ച് ഡേ ലൈറ്റ് പോലത്തെ കളറാണ്. അപ്പോൾ എൻ്റെ കൈ കണ്ടതിന് അറിയാൻ പറ്റും. അപ്പോൾ അതാണ് 3200 നമുക്ക് അതും മാറ്റിയിട്ട് 5200 കണ്ടോ? ഇതിപ്പോൾ വൈറ്റ് ലൈറ്റാണ്. സോ അതാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ രണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ഞാൻ പറയാറ് ഡിഫ്യൂസർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടി ഇങ്ങനെ ഊരിയെടുക്കാം. കണ്ടോ? ഇതിപ്പോൾ നോർമൽ ഡിഫ്യൂസറാണ്. എന്താ ബല ഇതിനൊക്കെ. ഓക്കെ. അപ്പോൾ ഈ ഡിഫ്യൂസറിന് പകരം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ വൈറ്റ് ഡിഫ്യൂസർ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ സോഫ്റ്റ് ലൈറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കളർ കളർ വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതൊരു ഇത്തിരിയും കൂടെ ഒരു വെള്ള കളറാണ്. സോ ഇതിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത്തിരി കൂടെ ഷാഡോ കുറച്ച് കിട്ടണം. അതാണുള്ളത്. എന്തായാലും നമുക്കിത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ബാറ്ററി എന്തായാലും ഒന്നും കൂടെ ഒന്ന് ചാർജ് ചെയ്തിട്ടൊന്ന് കൺഫേം ചെയ്യട്ടെ ഫുൾ ചാർജ് തന്നെയാണോ എന്ന്. അതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ പുറകിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റ് ഓൺ ചെയ്യാതെ നോർമൽ നമ്മുടെ ട്യൂബ് ലൈറ്റുള്ള വെട്ടമാണ്. ഓൾമോസ്റ്റ് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ സൈഡിൽ കണ്ടോ ഷാഡോ വരുന്നുണ്ടോ? അപ്പോൾ അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഈ സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്റ്റാൻഡ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈറ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ കീ ലൈറ്റ് ഇനി തൊട്ട്. അപ്പോൾ നമുക്ക് ഓഫ് ആക്കിയാലും അങ്ങോട്ട് ഓൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പതുക്കെ കൂട്ടാം. ഇപ്പോൾ വൈറ്റ് ലൈറ്റാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5600 കെൽവിൻ്റെ ലൈറ്റാണ് നമ്മൾ ഇനി കൂട്ടാൻ പോകുന്നത്. ഓക്കെ. ഇതിപ്പോൾ കിടക്കുന്നത് 5%. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഷാഡോ ഏകദേശം കുറഞ്ഞു. ഇനി കുറച്ച് ഷാഡോ അവിടെയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓട്ടോ ഫോക്കസിലാണ് കിടക്കുന്നത്. നമുക്ക് ഫോക്കസ് എവിടെയെങ്കിലും ലോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ആ കിടക്കുന്നതാണ് ഷാഡോ ഉള്ളത്. കണ്ടു, കുറച്ച് ഷാഡോയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഇച്ചിരിയും കൂടെ കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 10%ആയിട്ടുണ്ട്. 10 നമുക്ക് 15ലേക്ക് പോകാം. 15 to 25 ഓക്കെ. 25 ഏകദേശം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ആ ഷാഡോ ഏകദേശം പോയിട്ടുണ്ട്. നിങ്ങൾ ആ ചെയർ നോക്കിയാൽ മതി, ചെയറിൻ്റെ ആ ഒരു സൈഡ് നോക്കിയാൽ മതി. ഏകദേശം പോയിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു ഷാഡോ ഇഷ്യം കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇത്തിരി കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷാഡോ ഏകദേശം ഇല്ലാതാക്കാൻ പറ്റും. സോ ഇതിലൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മിൽക്ക് ഡിഫ്യൂസറാണ്. സോ അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഡിഫ്യൂസർ എന്തായാലും ഊരിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഡിഫ്യൂസർ ഊരിയെടുക്കലൊരു ഇത്തിരി പാടായിരിക്കും വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഡിഫ്യൂസർ ഏകദേശം ഫുള്ളായിട്ട് ഊരിയെടുക്കാറായി. സോറി, ഷെയ്ക്ക് ചെയ്ത് കൊന്നിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫ്യൂസർ ഊരിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞാൽ അറിയാം എവിടെയാണ് ഷാഡോ വരുന്നത്. കേട്ടോ ഏകദേശം. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളൊരു 75 to 80% അടുത്താണ് ഇപ്പോൾ ഉള്ളത്. സോ നമുക്ക് ഇനി ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യാം. നൈസ്. സോ ഇപ്പോൾ ഇതിപ്പോൾ റൂമിൽ ലൈറ്റ് ഇല്ല, നമ്മുടെ മെയിൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് കാണിച്ചു തരാം. ഓക്കെ. ഓക്കെ. ഇതിപ്പോൾ ഉള്ളത് എവിടെയാണ്? 5%ലാണ്. 10%. ഓക്കെ. 25. നമുക്ക് ടങ്സ്റ്റൺ ഇട്ട് നോക്കാം. സോ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ടും മറ്റേ ഇൻറ്റൻസിറ്റി കൂട്ടാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഫുള്ള് കുറച്ചു. ഇനിയുള്ളത് ഇപ്പോൾ ടങ്സ്റ്റണിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ടങ്സ്റ്റൺ കാണുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ വ്യത്യാസം വരില്ല. പക്ഷെ നമ്മളൊരു കൈ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഓറഞ്ചിഷായി ഇപ്പം എൻ്റെ കൈ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ടും മറ്റേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ? ഇതിപ്പോൾ നമ്മുടെ വൈറ്റ് ലൈറ്റിലാണ്. ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ ടങ്സ്റ്റണിലാണ്. സോ ഒരു ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിങ്ക് ചെയ്തിടാം. സോ ഇതാണ് ഇപ്പോൾ ഉള്ള വൈറ്റ് ലൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ലൈറ്റ് ഓഫാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ മാത്രം എടുക്കുന്നത്. സോ
സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാവുന്നതുള്ളൂ. നമുക്ക് വീട്ടിലെ ട്യൂബ് ലൈറ്റ് പോലും എടുക്കുന്നില്ല. ഇപ്പോൾ ഇതൊരു കീ ലൈറ്റ് മാത്രമാണ്, ഫ്രണ്ടിൽ നിന്നുള്ളൊരു കീ ലൈറ്റ് മാത്രമാണ്. അപ്പോൾ സിംഗിൾ ലൈറ്റിങ്ങിന് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വെറുതെ ട്യൂബ് ലൈറ്റ് ഇടണമെങ്കിൽ അടിച്ചിടണേ. അപ്പോൾ ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ടീമായതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ധാരാളമായിരിക്കും. സോ ഈ ഒരു ബ്രൈറ്റ്നസ് എന്തായാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എങ്ങനെയുണ്ട് ബ്രൈറ്റ്നസ് എന്നുള്ളത്. ഈ ലൈറ്റ് ആണോ അതോ ടങ്സ്റ്റൺ ആണോ നല്ലത് നോക്കാം. ഞാൻ ടങ്സ്റ്റൺ ഇടാം ഇപ്പോഴത്തേക്കും. നമുക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ടങ്സ്റ്റൺ ഇട്ടേക്കാം. സോ ഇപ്പോൾ ഉള്ളത് ടങ്സ്റ്റണിലാണ്. ഒരു ഓറഞ്ചിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിരിക്കും ഇപ്പോൾ മുഖമൊക്കെ കാണാൻ വേണ്ടിയിട്ടെന്ന് തോന്നുന്നു. സോ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഏതാണ് നല്ലത്, ഈ ലൈറ്റാണോ മറ്റേ ലൈറ്റാണെന്ന്. എന്തായാലും രണ്ട് ലൈറ്റ് എനിക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് ഫോൺ കാണാം. ഫോൺ ഏകദേശം ക്യാമറയും കാണാൻ പറ്റും, പക്ഷെ അധികം നേരം എനിക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ എന്തായാലും ഇതിൽ തന്നെ നമുക്ക് വീഡിയോ ഫിനിഷ് ചെയ്തേക്കാം, കൂടുതൽ ലെങ്ത് പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒസാക്കയുടെ OS 300 Mark III. സോ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് കണ്ടത്. ഇപ്പം ഡിഫ്യൂസറൊന്നുമില്ല, ഇത് ഡിഫ്യൂസർ ഇല്ലാതെയാണ്. ഈ ഒരു ഡിഫ്യൂസറും വേറെ ഡിഫ്യൂസർ അവിടെ ഇരിപ്പുണ്ട്. സോ രണ്ട് കളർ ഡിഫ്യൂസറാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് കളർ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് ഇത് വൈറ്റ് ആണ്, ഇത് ഇത്തിരി ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇതിലൊരു ഇത്തിരിയോട് ഡിഫ്യൂസ് ചെയ്ത് കിട്ടും. ഇതാണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത് കിട്ടും, പക്ഷേ ഒരു ബ്രൈറ്റ്നസ് ഒരു ഇത്തിരി കുറയാൻ ചാൻസ് കൂടുതലാണ് ഇതിൽ. അതുപോലെ തന്നെ ഡ്യുവൽ LEDs ആണ്, അതായത് ഡ്യുവൽ കളറാണ്, അതായത് വൈറ്റും ഇതും ടങ്സ്റ്റൺ. സോ അതുകൊണ്ട് തന്നെ 150 മറ്റേ ലൈറ്റും 150 ഈ ലൈറ്റും. സോ എന്തായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ എന്തായാലും ഞാൻ ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് മാക്സിമം ഷോർട്ടാക്കിയാണ്, കാര്യം അൺബോക്സിങ് തന്നെ ഏകദേശം നല്ല ടൈം എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതെന്താണെന്ന് നോക്കാം. സോ അപ്പോൾ ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിരുന്നു. നമ്മുടെ റിയൽമിയുടെ ബഡ്സ് ക്യൂ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഗെയിമിംഗ് ലേറ്റൻസി ടെസ്റ്റാണ് പുള്ളി ചോദിച്ചത്. നമുക്കത് ചെയ്യാം. നമുക്ക് ആ 2 ബഡ്സ് നമുക്ക് മൈക്രോഫോണിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഫ്രണ്ടിൽ തന്നെ ഫോണും വെച്ചതിന് ശേഷം നമുക്ക് ഫോണിൽ ഫയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് അറിയാൻ പറ്റും. എന്തായാലും ആ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. സോ ഗായ്സ്, അത് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ സബ്സ്ക്രൈബറിന് സന്തോഷമായിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച വരാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അവിടെ താഴത്തെ ഒരു ചുമന്ന ഒരു വലിയൊരു ബട്ടൺ ഇരിപ്പുണ്ട്. ബട്ടണായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കണമെന്നാണ്. അത് ആ ബട്ടൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ മാറും. അപ്പോൾ അതിലറിയാൻ പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് എനിക്ക് ചെറിയൊരു ബെല്ലൈക്കൻ കൊടുക്കണം. അതും കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച 3 മണിക്ക് എൻ്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. എന്തായാലും അടുത്ത ആഴ്ച ഇതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രത്തോളം നല്ലതാണെന്ന് എന്തായാലും പറയാം. അപ്പോൾ എന്തായാലും അതുവരത്തേക്കും